ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അത് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഒരു ഓയിൽ തയ്യാറാക്കേണ്ട വിധമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നീട് തേക്ക് നിങ്ങൾ എല്ലാവരും അറിയണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയ കൂമ്പലിയാണത്. അപ്പോൾ ഈ ഒരില രണ്ടില മുറിച്ചെടുത്തിട്ട് ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചു. പിന്നെ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയ കഷ്ണങ്ങൾ ആക്കി മുറിച്ചത് അങ്ങനെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇട്ട ഉടനെ തിളച്ച വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ തന്നെ നല്ല കളർ വരും. കണ്ടില്ലേ, നല്ല പിങ്ക് കളറായിട്ട് വരും. അപ്പോൾ ഈ ഇല നല്ലോണം മൊരിയണ രീതിയിൽ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരില എടുത്തിട്ട് കൈ കൊണ്ട് പൊടിച്ച് നോക്കിയാൽ പൊടിയണം. ആ രീതിയിൽ മൂപ്പിച്ച് വെള്ളം വറ്റിച്ചെടുത്തിട്ട് ചൂടാറുമ്പോൾ കുപ്പിയിലാക്കി വയ്ക്കുക. നമുക്ക് ഇപ്പോൾ തീപ്പൊള്ളയിൽ വല്ല ചെറിയ കുരുക്കളുണ്ടായ പാടുകൾ, കറുത്ത പാടുകളൊക്കെ മാറിപ്പോവും ഇത് പരറ്റി കഴിഞ്ഞാൽ. അത്രയും നല്ലൊരു മരുന്നാണ് ഇത്. ഇതാർക്കും അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പം അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. പൊള്ളിയ പാടുകളൊക്കെ പോവും. കറുത്ത പാടുകളുള്ളത് ഒക്കെ എല്ലാം നമുക്ക് മേല് പരട്ടി ദിവസം കുളിക്കാനൊക്കെ നല്ലതാണത്. അപ്പോൾ കളറ് കറുപ്പ് നിറമൊക്കെ പോവാനായിട്ട്, കുരുവിൻ്റെ പാടുകളും എല്ലാം മാറിപ്പോവും. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വെളിച്ചെണ്ണയ്ക്ക് നല്ല കളറ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കളറ് കാണാൻ ഉണ്ടോ. അത് ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കി വയ്ക്കാം. ഇത് കണ്ട, ഇത് പൊടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഒരു കഷ്ണം പച്ചക്കർപ്പൂരം കൂടി ഇടുകയാണെങ്കിൽ അത് കേടുകൂടാതിരിക്കും. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം. പിങ്ക് ആണോ റെഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല. നല്ല ഒരു റെഡ് കളർ, നല്ല ഭംഗിയുള്ള കളറായിട്ടുള്ള കളർ പറയാം അതിന്. അത്രയും ഭംഗിയാണത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കറുപ്പ് കളർ എന്തായാലും പോവും, പാടുകളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ. നല്ല ഉണങ്ങിയ കുപ്പി, കഴുകി വെച്ച് ഉണങ്ങിയിട്ടുള്ള കുപ്പിയിൽ വേണം ആക്കാൻ. ഈർപ്പമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുപോലെ ആക്കി വെച്ച പച്ചക്കർപ്പൂരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കേടും വരില്ല അതിന്. ഓക്കെ.